വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. കാരണം ഇവ രണ്ടും പറയുന്നത് കംപ്ലീറ്റ് ആയ ഒരു ആക്ഷനെ കുറിച്ചാണ്, അതായത് കംപ്ലീറ്റഡ് ആയ ഒരു ആക്ഷൻ. പക്ഷെ എന്താണ് ഇവ തമ്മിലുള്ള കമ്പാരിസൺ? കാരണം ഒന്ന് പ്രസന്റ് എന്ന് കാണുന്നു, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. To express an action that has been recently completed. എന്താണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ പ്രത്യേകത? റീസെന്റ് ആയിട്ട് കംപ്ലീറ്റ് ആയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ ടു എക്സ്പ്രസ് an action that already completed, കംപ്ലീറ്റ് ആയി കഴിഞ്ഞ, അത് എപ്പോൾ വേണമെങ്കിലും, പാസ്റ്റിൽ എപ്പോൾ വേണമെങ്കിലും കഴിഞ്ഞ ഒരു കാര്യത്തിനെ പറയാനാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. Present perfect tense. The present perfect always has a connection with now. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് എപ്പോഴും നൗ എന്നുള്ള ആ ഒരു സിറ്റുവേഷനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ദ ആക്ഷൻ ഇൻ ദ പാസ്റ്റ് ഹാസ് എ റിസൾട്ട് നൗ. അതിന്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട്. ആക്ഷൻ കംപ്ലീറ്റ് ആയെങ്കിലും കൂടി അതിന്റെ റിസൾട്ട് ഇപ്പോഴും നൗ എന്നുള്ള ആ ഒരു അവസ്ഥയിലും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അതിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ട്. I have bought some new dresses. ഞാൻ കുറച്ച് ഡ്രസ്സസ് വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിച്ചു കഴിഞ്ഞു. പാസ്റ്റ് ആണെങ്കിലും റീസെന്റ് പാസ്റ്റ് ആണ്. I have bought some new dresses. ഞാൻ കുറച്ച് പുതിയ ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. Do you want to see them? നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പുതുതായിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ നൗ ആയിട്ട് അവിടെ കണക്ഷൻ ഉണ്ട്. അത് ഡു യു വാണ്ട് ടു സീ ദം, നിനക്കത് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാണണോ? ഷീ ഹാസ് ക്ലീൻഡ് ഹെർ റൂം. അവൾ അവളുടെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഷീ ഈസ് സ്ലീപ്പിംഗ്. അതുകൊണ്ടാണ് അവള് ഉറങ്ങുന്നത്. ഇപ്പൊ നമ്മളൊരു വീട്ടിൽ പോയി ആ കുട്ടി അവിടെ നിന്ന് ഉറങ്ങണു, അപ്പൊ എന്താ അവളിപ്പോ കിടന്ന് ഉറങ്ങുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഷീ ഹാസ് ക്ലീൻഡ് ഹെർ റൂം. അവൾ അവളുടെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ടയേർഡ് ആയതുകൊണ്ട് ഉറങ്ങുകയാണ്. അപ്പൊ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നവയ്ക്ക് പ്രസന്റുമായിട്ട് നൗവായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ദേ ഹാവ് ഫിനിഷ് ദെയർ വർക്ക്. അവരവരുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവൾ അവളുടെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ആ ഒരു സെന്റൻസുകളാണ് പ്രസന്റ് പെർഫെക്റ്റിൽ വരിക. ദ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കപ്പെടുന്നത്. പെർഫെക്റ്റ് ടെൻസുകളിലെല്ലാം തന്നെ മെയിൻ വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലായിരിക്കും എന്നുള്ള പോയിന്റ് ഓർമ്മിക്കുക. പ്രസന്റ് ടെൻസിൽ ഏതാണ് ഓക്സിലറി വെർബ് ഉപയോഗിക്കപ്പെടുന്നത്? ഹാവ് അല്ലെങ്കിൽ ഹാസ്. ആ ഒരു പോയിന്റ് ആണ് നിങ്ങൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം? വെർബിന്റെ തേർഡ് ഫോം ആണ്. സെക്കൻഡ് ഫോം ഏതാണ്? പാസ്റ്റ് ടെൻസ് ഫോം. തേർഡ് ഫോം എന്ന് പറയുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഒരു വെർബ് കിട്ടിയാൽ പ്രസന്റ് ടെൻസ് ഫോമും പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഈസി ആയിട്ട് എഴുതാം. ഫിനിഷ് എന്നുള്ളത് ബേസ് ഫോം, അതായത് പ്രസന്റ് ടെൻസ് ഫോം. ഫിനിഷ്ഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ഫോം. അതേ ഫിനിഷ്ഡ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. റെഗുലർ വെർബുകൾക്കെല്ലാം തന്നെ പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ED ചേർത്തുകൊണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നുള്ള വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റൈറ്റ്, റോട്ട്, റിട്ടേൺ അത് ഇറഗുലർ വെർബുകളാണ്. ഇറഗുലർ വെർബുകൾ എന്ന് വെച്ചാൽ അതിന്റെ ബേസ് ഫോം ആയാലും ശരി, പാസ്റ്റ് ടെൻസ് ഫോം ആയാലും ശരി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയാലും ശരി വ്യത്യസ്തമായിരിക്കും. ഐ, വി, യു, ദേ ഈ സബ്ജക്റ്റിന്റെ കൂടെ ഏതാ വരിക? ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ പോയിന്റുകളൊക്കെ ഓർമ്മിക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ഇറ്റ് ടെൽസ് ഓൺലി അബൌട്ട് ദ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്തിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്? പാസ്റ്റിന്, കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് മാത്രം. അതിന്റെ എഫക്റ്റ് ഒന്നും ഇപ്പോൾ ഇല്ല. വി യൂസ് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വിത്ത് എ ഫിനിഷ്ഡ് ടൈം. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എപ്പോഴും ഒരു ഫിനിഷ്ഡ് ടൈമുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയാറുണ്ട്. യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, അങ്ങനെ.
a few years ago. ഒരു ഫിനിഷ്ഡ് ടൈമുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയാറുള്ളത്. ഐ സോ അരുൺ യെസ്റ്റർഡേ. ഞാൻ അരുണിനെ ഇന്നലെ കണ്ടു. അവിടെ യെസ്റ്റർഡേ എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമുക്ക് അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഐ ഹാവ് സീൻ അരുൺ എന്ന് പറയാം. പക്ഷെ ഐ സോ അരുൺ യെസ്റ്റർഡേ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഫിനിഷ്ഡ് ടൈം ഉണ്ട്. അപ്പൊ യെസ്റ്റർഡേ ഉപയോഗിച്ചാൽ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. യെസ്റ്റർഡേ എന്നുള്ള ഫിനിഷ്ഡ് ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഈ സെന്റൻസിനെ പ്രസന്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാം. ഐ ഹാവ് സീൻ അരുൺ എന്ന് പറയാം. ഞാൻ അരുണിനെ കണ്ടിട്ടുണ്ട്. യെസ്റ്റർഡേ എന്ന് എഴുതിയാൽ അവിടെ പാസ്റ്റ് ടെൻസ് മാത്രം ഉപയോഗിക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഷീ റിട്ടേൺഡ് ഫ്രം ചെന്നൈ ലാസ്റ്റ് വീക്ക്. ഇവിടെയും റിട്ടേൺഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഈ സെന്റൻസ് ലാസ്റ്റ് വീക്ക് എന്നുള്ള ഒരു ഫിനിഷ്ഡ് ടൈമും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഫിനിഷ്ഡ് ടൈം നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് മാത്രം ഉപയോഗിക്കുക. ഷീ ഹാസ് റിട്ടേൺഡ് ഫ്രം ചെന്നൈ എന്ന് മാത്രം പറയാം. ലാസ്റ്റ് വീക്ക് എന്ന് എഴുതാൻ പറ്റില്ല. അവിടെ ഫിനിഷ്ഡ് ടൈം മെൻഷൻ ചെയ്യാൻ പറ്റില്ല. എന്തുപയോഗിക്കുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ്. ഷീ ഹാസ് റിട്ടേൺഡ് ഫ്രം ചെന്നൈ, അതൊരു കറക്റ്റ് സെന്റൻസ് ആണ്. പക്ഷെ ലാസ്റ്റ് വീക്ക് എന്നുള്ള ഫിനിഷ്ഡ് ടൈം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എഴുതണം. ഡോണ്ട് യൂസ് ദ പ്രസന്റ് പെർഫെക്റ്റ് വിത്ത് എ ഫിനിഷ്ഡ് ടൈം. ഫിനിഷ്ഡ് ടൈമിന്റെ കൂടെ ഒരിക്കലും പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കരുത്. ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് വീക്ക്, യെസ്റ്റർഡേ, അങ്ങനെ ഒരു ഫിനിഷ്ഡ് ടൈം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഷീ ഹാസ് ജസ്റ്റ് റിട്ടേൺഡ് ഫ്രം ചെന്നൈ, അത് ഒരു കറക്റ്റ് സെന്റൻസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഷീ ഹാസ് ജസ്റ്റ് റിട്ടേൺഡ് ഫ്രം ചെന്നൈ, അവളിപ്പോ ചെന്നൈയിൽ നിന്ന് വന്നേ ഉള്ളൂ. അപ്പൊ വന്നു കഴിഞ്ഞു, പക്ഷെ അത് നൗ ആയിട്ട് കണക്റ്റഡ് ആണ്. ഷീ ഹാസ് ജസ്റ്റ് റിട്ടേൺഡ്, ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. കമ്പയർ പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഐ ഹാവ് ലോസ്റ്റ് മൈ പാസ്പോർട്ട്, അതൊരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഐ ഹാവ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടു എന്നാ പറയണ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. അപ്പൊ അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കണമെങ്കിൽ ഐ ലോസ്റ്റ് മൈ പാസ്പോർട്ട് ലാസ്റ്റ് മന്ത്. സിമ്പിൾ പാസ്റ്റില് ഫിനിഷ്ഡ് ടൈം മെൻഷൻ ചെയ്യാം. ഐ ലോസ്റ്റ് മൈ പാസ്പോർട്ട് ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം എൻ്റെ പാസ്പോർട്ട് എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ ഐ ഹാവ് ലോസ്റ്റ് മൈ പാസ്പോർട്ട്, ദാറ്റ്സ് വൈ ഐ ആം സാഡ്, അതുകൊണ്ടാണ് ഞാൻ സാഡ് ആയിരിക്കുന്നത്. നൗ ആയിട്ട് കണക്ഷൻ ഉണ്ട് പ്രസന്റ് പെർഫെക്റ്റിന്. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, അവൾ അവളുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഷീ ഈസ് വാച്ചിങ് TV now, അതുകൊണ്ടാണ് അവളിപ്പോൾ TV ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, നൗ എന്നുള്ള ആ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്റ്റഡ് ആണ് പ്രസന്റ് പെർഫെക്റ്റ്. റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ആണ്. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക് അറ്റ് 2:30 PM. 2:30 PM ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് വീക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ യെസ്റ്റർഡേ ഈവനിങ്, യെസ്റ്റർഡേ മോർണിംഗ് അങ്ങനെയൊക്കെ പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് മാത്രം ഉപയോഗിക്കുക. ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക് അറ്റ് 2:30 PM. അവൾ 2:30 അവളുടെ വർക്ക് ഫിനിഷ് ചെയ്തു. അവിടെ ഒരു ഫിനിഷ്ഡ് ടൈം കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ദ ലെറ്റർ ഹാസ് നോട്ട് അറൈവ്ഡ് യെറ്റ്, ലെറ്റർ ഇനിയും വന്നിട്ടില്ല, യെറ്റ് എന്ന് കാണിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റിലാണ് യെറ്റ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. നെവർ, യെറ്റ്, ജസ്റ്റ് എന്നൊക്കെ. ദ ലെറ്റർ ഹാസ് നോട്ട് അറൈവ്ഡ് യെറ്റ്, ലെറ്റർ ഇനിയും വന്നിട്ടില്ല. പക്ഷെ അവിടെ വെർബിന്റെ സ്ട്രക്ചർ നോക്കുക. ഹാസ് പ്ലസ് നോട്ട് പ്ലസ് മെയിൻ വെർബ് ഇൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അറൈവ്ഡ്. ദ ലെറ്റർ ഡിഡ് നോട്ട് അറൈവ് യെസ്റ്റർഡേ, ഇന്നലെ ലെറ്റർ വന്നിട്ടില്ല. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അവിടെ എന്തുകൊണ്ടാണ് അറൈവ് എന്നുള്ളത് ബേസ് ഫോമിൽ നിൽക്കുന്നത്? അത് നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നുണ്ട് അവിടെ. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ് ഉണ്ട്, അത് പാസ്റ്റ് ടെൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ വെർബ് ബേസ് ഫോമിലായിരിക്കണം. ദ ലെറ്റർ ഡിഡ് നോട്ട് അറൈവ് യെസ്റ്റർഡേ, ഇന്നലെ ലെറ്റർ വന്നിട്ടില്ല. ഐ ഡാഷ് ടെന്നീസ് യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ, ഇവിടെ ഏതാണ് വരിക? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ പ്രസന്റ് പെർഫെക്റ്റ് ആണോ? യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ എന്ന് കാണിക്കുന്നത് ഏത് സെന്റൻസുകളിലാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഐ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ.
What time dash to bed last night? ലാസ്റ്റ് നൈറ്റ് എന്നുണ്ട്, അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസേ വരുള്ളൂ. യു എന്നുള്ള സബ്ജക്റ്റ് ഗോ എന്നുണ്ട്. എന്താണ്? വാട്ട് ടൈം ഡിഡ് യു ഗോ ടു ബെഡ് ലാസ്റ്റ് നൈറ്റ്? ഇതൊരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. വാട്ട് ടൈം ഡിഡ് യു ഗോ ടു ബെഡ് ലാസ്റ്റ് നൈറ്റ്? ഇവിടെ ഡിഡ് എന്നുള്ളത് ഓക്സിലറി വെർബ് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ മെയിൻ വെർബ് ഗോ എന്നുള്ളത് ബേസ് ഫോമിലാണ്. സീമ ട്രാവൽസ് എ ലോട്ട്. സീമ നിറയെ ട്രാവൽ ചെയ്യുന്ന പറയണം. ഷീ ഡാഷ് മെനി കൺട്രീസ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ പ്രസന്റ് പെർഫെക്റ്റ് ആണോ? അവൾ നിറയെ യാത്ര ചെയ്യും, അവൾ നിറയെ രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഹാസ് വിസിറ്റഡ്. വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവൾ നിറയെ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മലയാളത്തിൽ അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഷീ ഹാസ് വിസിറ്റഡ് മെനി കൺട്രീസ്. മൈ ഹെയർ ഈസ് വെറ്റ്. എൻ്റെ ഹെയർ വെറ്റാണ്, നല്ല ഈർപ്പമുള്ളതാണ്. എന്താ കാരണം? ഐ ഹാവ് ജസ്റ്റ് വാഷ്ഡ് ഇറ്റ്. ഞാൻ ഇപ്പോഴാണ് അത് വാഷ് ചെയ്തത്. ഐ ഹാവ് ജസ്റ്റ് വാഷ്ഡ്. ജസ്റ്റ് എന്നൊക്കെ പ്രസന്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കുക. യെറ്റ്. ഐ ഹാവ് ജസ്റ്റ് വാഷ്ഡ് ഇറ്റ്. ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് നനഞ്ഞിരിക്കുന്നത്. കാരണം പ്രസന്റ് പെർഫെക്റ്റിന് എപ്പോഴും പ്രസന്റുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്.